ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു യിപ്പി നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഇത് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ നൂഡിൽസിൻ്റെ പ്രിപ്പറേഷൻ കാണിക്കാൻ മാത്രം ഉണ്ടോ? ഇതിപ്പോൾ എന്താ, വെള്ളം തിളച്ചാൽ നൂഡിൽസ് ഇടുക, പൊടി ഇടുക, തിളച്ചാൽ വെന്തു, ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഇത്ര വീഡിയോ എടുക്കാനുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ വെറൈറ്റി നിങ്ങൾക്കും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നേ. അതിനാവശ്യമായിട്ടുള്ള വലിയുള്ളി, അതുപോലെ തക്കാളി, ബീൻസും പിന്നെ അതുപോലെ ക്യാപ്സിക്കും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ എടുത്തോളൂ. ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇതിൽ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എടുത്തോളൂ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ചെറിയ രീതിയിൽ കുനുകുനാ അരിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ വെള്ളം ചൂടായതിനു ശേഷം നമ്മുടെ ഈ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ അത് ആദ്യം വേവിച്ചെടുക്കുക കേട്ടോ. അത് ഇത് ഇങ്ങനെ ഒരുമിച്ചിടാതെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒന്നായിട്ട് ഇട്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് നൂല് പോലെ ആവും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് പീസ് ആക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ നൂഡിൽസ് അവിടെ വേവുമ്പോഴത്തേനും നമുക്ക് വേറെ പരിപാടി ഉണ്ട് കേട്ടോ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ടങ്ങ് പോകരുത് കേട്ടോ. ഇതുപോലെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ നിന്ന് പോയാൽ മതിയേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതിലേക്ക് ഒരു 3 മുട്ട കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 മുട്ട ഇതുപോലെ പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേ നമ്മളൊരു പാന് ചൂടാക്കി വെച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തൂവി കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പുറത്ത് നമ്മുടെ നൂഡിൽസ് ഇതേ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോഴേക്ക് ഇതേ നമ്മുടെ മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓംലെറ്റ് അല്ല നമ്മളാക്കുന്നത്, ഇതേ കറുവറായിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓംലെറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അതെ ഇതുപോലെ കറുവറ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ലെവലിൽ വരും കേട്ടോ. വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് റെഡിയാക്കി ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ചൂട് അറിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഈ ചൂട് പാനിൽ തന്നെ എടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വലിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയുള്ളി നന്നായിട്ട് വാടണേ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഫുൾ തീയിലിട്ടിട്ട് തന്നെ നമുക്ക് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇതേ നമ്മുടെ നൂഡിൽസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് ഒരു ചെറിയ കൺസിസ്റ്റൻസി ഇതേ ഈ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ലൂസായി കിടക്കണം. അപ്പോഴേക്ക് ഇതേ നമ്മുടെ ഉള്ളി ഇവിടെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് കുറച്ചും കൂടി വേവാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീൻസ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിൻ്റെ മുന്നേ തന്നെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ തക്കാളിയും ക്യാപ്സിക്കും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഷോപ്പിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പച്ചക്കറിയും ദേ ഇവിടെ വെന്ത് ഒരു ഏകദേശ വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ നമ്മുടെ ഇതിൻ്റെ നൂഡിൽസിൻ്റെ പൊടി ഉണ്ടല്ലോ ആ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ ഒരു വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പിന്നെ നമ്മൾ വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു, അത് വിട്ടുപോയതാണ്. അങ്ങനെ കുറച്ചൊരു ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം നമ്മുടെ നൂഡിൽസിൻ്റെ പൊടി എന്ന് പറയുന്നത് അതൊരു വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ ആ പൊടിയും കൂടി മിക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഐറ്റം അല്ലല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നൂഡിൽസ് അവിടെ വെറുതെ കിടക്കില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അതിനെതിരേക്ക് അങ്ങനെ മിക്സ് ആക്കിയാലോ. അങ്ങനെ നമ്മുടെ വൈറ്റ് നൂഡിൽസിനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് സുന്ദര കുട്ടപ്പനാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ നൂഡിൽസിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത്രയും പണിയെടുത്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ വെള്ളത്തിലേക്ക് ആ നൂഡിൽസിൻ്റെ പൊടി ഇട്ടിട്ടാൽ അപ്പോൾ നൂഡിൽസ് റെഡിയാവില്ലേ? എന്തിനാ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലേ.
കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാമല്ലോ. ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ നമുക്ക് വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻസ് ഒന്ന് അറിയിക്കണേ. ഇനി സ്ഥിരമായിട്ട് പറയുന്ന പോലെ നമ്മുടെ ഈ പാചകക്കലയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. എൻ്റെ ഡിസൈനിങ് വേൾഡിനെ ഇഷ്ടപ്പെട്ടതുപോലെ പാചകവും ഇഷ്ടപ്പെടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.